വെൽക്കം ടു ഈവാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഹരിയാലി ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കടലമാവ് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കടലമാവിൻ്റെ കളർ മാറി വരുന്ന വരെ നമ്മളിത് നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ, തൈര്, നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത കടലമാവ്, ഒരു ഉള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയിലയും പുതിനയിലയും അരച്ചെടുത്തത്. നമുക്കിനി നമ്മുടെ ചിക്കനിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്ത കടലമാവ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മല്ലിയിലയും പുതിനയിലയും അരച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക്, 4 പച്ചമുളക് നമ്മൾ ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ഒരു ഫുൾ ഒനിയൻ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി മസാലകൾ ചേർക്കേണ്ട സമയമാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ഫുൾ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഈ ചിക്കൻ ഇത് നല്ലവണ്ണം 5 മിനിറ്റ് നല്ലവണ്ണം നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം അപ്പോഴേ നമ്മളിട്ട മസാലകളും നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കനിലോട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത് നല്ലവണ്ണം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് അരമണിക്കൂറാണ് കുക്ക് ചെയ്യേണ്ടത്. അതിന് എല്ലാ 10 മിനിറ്റ് ഇടവേളയിലും നമുക്കിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്.
ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് നമ്മുടെ ചിക്കനിൽ നിന്ന് എണ്ണ വിട്ട് വരുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് എണ്ണയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് പരുവം. അപ്പോൾ നമ്മുടെ ഹരിയാലി ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, പൂരി എല്ലാത്തിനെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടകരമായ ഡിഷാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും എത്തിച്ചേരുന്നിടം വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.